ബിജെപിയുടെ സംസ്ഥാന യോഗത്തിൽ കേരളത്തിലെത്തിയ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ സംസാരിക്കുന്നത് തുടരുന്നു. തത്സമയ ദൃശ്യത്തിലേക്ക്. തിരുവനന്തപുരത്തും നമ്മൾ പരാജയപ്പെട്ടെങ്കിലും ആ പരാജയത്തിന് വിജയത്തിന്റെ മഹത്വമുണ്ടായിരുന്നു. വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കണം. കാരണം നമ്മൾ 6 മുനിസിപ്പാലിറ്റികളിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ്. ഞാൻ കേരളത്തിലെ പ്രവർത്തകരെ ഈ ഒരു പ്രകടനത്തിന് അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് 36% വോട്ട് നമുക്ക് ലഭിച്ചു. ഇത് വിജയത്തോളം തുല്യമായ ഒരു നേട്ടമാണ്. ആറ്റിങ്ങലിൽ നമ്മൾ പരാജയപ്പെട്ടത് 16,000 വോട്ടിന് മാത്രമാണ്. ഇത് നാം മനസ്സിലാക്കണം. ഇത്രയും വലിയ നേട്ടം നേടിയതിന് നിങ്ങളെ ഞാൻ വീണ്ടും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. ഞാൻ പോവാത്ത ഓരോ സ്ഥലവും കേരളത്തിലില്ല. നിങ്ങൾ വലിയ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ, പ്രതികൂല സാഹചര്യത്തിലാണ് പ്രവർത്തിക്കുന്നത്. പല സ്ഥലങ്ങളിലും നമ്മളെ പ്രവർത്തകരെ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് പേടി എന്താണെന്ന് ചോദിച്ചാൽ, അവർ പ്രവർത്തിച്ചിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അവർക്കുള്ള പാർട്ടിയിലെ പോസ്റ്റ് പദം, ഉത്തരവാദിത്തം അത് നഷ്ടപ്പെടുമോ എന്ന പേടിയാണ്. ചിലർക്ക് അവരുടെ ജീവിത സാഹചര്യം ഈ രാഷ്ട്രീയത്തിന് വേണ്ടി സമയം നീക്കി വെക്കുമ്പോൾ നഷ്ടമാവുമോ എന്ന പേടിയാണ്. പക്ഷെ കേരളത്തിലെ പ്രവർത്തകർ ഭയന്നിരുന്നത് അവർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടുമോ എന്ന ഭയത്തോടു കൂടിയാണ് പലരും ഇവിടെ പ്രവർത്തിച്ചത്. ആ രീതിയിലാണ് നമ്മുടെ പ്രവർത്തകർ കേരളത്തിൽ കാര്യങ്ങൾ നേടിയെടുത്തത്. ഇവിടെ കോൺഗ്രസുകാർ ചോദിക്കും, ഞങ്ങൾ ജയിച്ചില്ലേ എന്ന്. അവർക്ക് ഈ കണക്കറിയാത്തതിന്റെ ഒരു കുഴപ്പമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണക്ക് അവർ പഠിക്കണം എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. കോൺഗ്രസിന് 2014-ലും 19-ലും 24-ലും കിട്ടിയ സീറ്റുകൾ കൂട്ടിയാൽ ബിജെപിക്ക് 24-ൽ കിട്ടിയ സീറ്റിന്റെ അത്രയും വരില്ല. കോൺഗ്രസിന് 13 സംസ്ഥാനങ്ങളിൽ 0-ആണ്. അവർക്ക് ഒരു സീറ്റ് പോലും അവിടെ ലഭിച്ചിട്ടില്ല. ഗുജറാത്തിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും കൂടി 66 സീറ്റുണ്ട്. കിട്ടിയത് 2 സീറ്റാണ്. ഈ കോൺഗ്രസും ബിജെപിയും നേർക്കുനേർ മുട്ടിയ സ്ഥലങ്ങളിൽ കോൺഗ്രസിന്റെ വിജയ ശതമാനം 26%. എന്നാൽ കോൺഗ്രസ് മറ്റു പാർട്ടികളുമായി സഖ്യമുണ്ടാക്കിയ, പ്രാദേശിക പാർട്ടികളുമായി സഖ്യമുണ്ടാക്കിയ സ്ഥലങ്ങളിൽ അവര് 50% വിജയം നേടിയിട്ടുണ്ട്. ഇവര് ഇത്തിൽ കണ്ണികളാണ്. മറ്റുള്ളവന്റെ പുറത്ത് കയറി അവന്റെ ശക്തി ഉപയോഗിച്ച് വളരുന്നവരാണ്. പരജീവികളാണ്, പരാശ്രയ ജീവികളാണ്. ഇവർക്ക് നേരിട്ട് വളരാനുള്ള ശക്തിയില്ല. പശ്ചിമ ബംഗാളിൽ അവിടുത്തെ പ്രാദേശിക പാർട്ടിയുമായി TMCയുമായി സഖ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? കഴിഞ്ഞ ലോകസഭയുടെ അവരുടെ നേതാവ് അവിടെ തോറ്റുപോയി. ഉത്തർപ്രദേശിൽ എന്തുകൊണ്ടാണ് വിജയിച്ചത്? SP കൂടെയുണ്ട്, അതുകൊണ്ടാണ്. പശ്ചിമ ബംഗാളിൽ നമ്മളും TMCയും തമ്മിലാണ് മത്സരം. ഉത്തർപ്രദേശിൽ നമ്മളും SPയും തമ്മിലാണ് മത്സരം. ഇവിടെ ഒരു തമാശയുണ്ട്. D. രാജയുടെ ഭാര്യയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിച്ചത്. ഈ D. രാജ ഡൽഹിയിൽ കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിച്ച് നടക്കുകയായിരുന്നു. ഇവിടെ ഗുസ്തി, അവിടെ ദോസ്തി. ഈ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ ഈ ഇന്ത്യ സഖ്യത്തിന്, ആ പാർട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള പ്രത്യയശാസ്ത്രവുമില്ല. പ്രത്യയശാസ്ത്രപരമായ പാപ്പരത്വമാണ് അവർക്കുള്ളത്. അവർക്ക് ആകെ വേണ്ടത് അധികാരം, കസാര. ഇതിനു വേണ്ടിയുള്ള നെട്ടോട്ടമാണ്. ഇടതുപക്ഷത്തിന് ഒരു പ്രത്യയശാസ്ത്രവും അവർക്കില്ല. അവർക്കുള്ളത് എങ്ങനെയെങ്കിലും അഴിമതി നടത്തണം, കുറച്ച് പൈസ ഉണ്ടാക്കണം, പിന്നെ കുടുംബക്കാരെ രക്ഷിക്കണം, മക്കളെയും മരുമക്കളെയും ഒക്കെ എവിടെയെങ്കിലും എത്തിക്കണം. ഇങ്ങനെ കുടുംബാധിപത്യം, കുടുംബവാദം, അഴിമതി, ഇതാണ് ഈ കൂട്ടരുടെ സമ്പ്രദായം. ഞാൻ കേട്ടു, വയനാട്ടിൽ കോൺഗ്രസുകാർ സ്വന്തം കൊടിയും വെച്ചില്ല, ലീഗിന്റെ കൊടിയും വെച്ചില്ല. അധികാരത്തിന് വേണ്ടി കൊടി വരെ ബലി നൽകിയവരാണ് ഇവർ. കാശ്മീരിൽ BJPയുടെ കൊടി പിടിച്ചാൽ ചിലപ്പോൾ തലപോവും. പക്ഷെ അവിടെ പോലും കൊടി പിടിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കൊടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇവർ അതുവരെ അധികാരത്തിന് വേണ്ടി ത്യജിക്കാൻ തയ്യാറായി. ഇവര് ഭാരത് ജോഡോ യാത്ര നടത്തി. ആ യാത്രയിൽ മുസ്ലിം ലീഗിന്റെ കൊടി പിടിച്ചു. ഇന്ത്യ വെട്ടിമുറിച്ച പാർട്ടിയുടെ കൊടിയും പിടിച്ചിട്ടാണ് ഭാരത് ജോഡോ യാത്ര നടത്തിയത്.
അഴിമതിയും കുടുംബവാദവുമാണ് ഇവരുടെ സ്വഭാവം. നമ്മൾ ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്ത് നമുക്ക് 1500 MLA-മാരുള്ള പാർട്ടിയാണ്. നമ്മൾ പ്രത്യയശാസ്ത്രപരമായി ശക്തിയുള്ള പാർട്ടിയാണ്. നമ്മളാണ് ഈ ഇന്ത്യയിൽ ഏതാണ്ട് 1500 രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രത്യയശാസ്ത്രപരമായി നിലനിൽക്കുന്ന ഏക പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതിന് ഉദാഹരണം ഞാൻ പറയാം. 1967 ഇവിടെ കോഴിക്കോട് കേരളത്തിൽ വെച്ചിട്ടാണ് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ജനസംഘത്തിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനായത്. അതിനു മുമ്പ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഈ ജനസംഘത്തിന്റെ നേതാവ് ഒരു മുദ്രാവാക്യം വിളിച്ചു. അത് ഏക് ദേശ് മേ ദോ വിധാൻ, ഏക് ദേശ് മേ ദോ പ്രധാൻ, ഏക് ദേശ് മേ ദോ നിശാൻ, നഹി ചലേഗി നഹി ചലേഗി എന്ന്. അത് 1953 വിളിച്ചതാണ്. എന്നാൽ 2019 ഓഗസ്റ്റ് മാസം 5-ാം തീയതി നമ്മൾ ആ മുദ്രാവാക്യം യാഥാർത്ഥ്യമാക്കി. 370-ാം വകുപ്പ് നമ്മളെടുത്ത് ദൂരെ കളഞ്ഞു. നമുക്ക് മാത്രമേ ഇത് സാധിക്കുള്ളൂ. 1987 പാലംപൂരിൽ വെച്ച് നടന്ന BJPയുടെ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ നമ്മൾ ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്രം പണിയുമെന്ന് പറഞ്ഞു. 2024 ജനുവരി 22-ാം തീയതി നമ്മൾ ശ്രീരാമ ജന്മഭൂമിയിൽ അതിമനോഹരമായ ഒരു ക്ഷേത്രം നമ്മൾ സ്ഥാപിച്ചു. ഇടതുപക്ഷം ചോദിക്കും നമ്മളോട്, നിങ്ങളുടെ സാമ്പത്തിക നയപരിപാടി എന്താണെന്ന്. നമ്മുടെ സാമ്പത്തിക നയപരിപാടി പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പറഞ്ഞ ഏകാത്മ മാനവ ദർശനമാണ്. നമ്മൾ വെറുതെ പറഞ്ഞതല്ല. അധികാരം കിട്ടിയപ്പോൾ നമ്മൾ അന്ത്യോദയ പദ്ധതി നടപ്പിലാക്കി. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നുള്ളത് നമ്മൾ ഈ രാജ്യത്ത് നടപ്പിലാക്കി. ഈ രാജ്യത്തെ ഏക സൈദ്ധാന്തികപരമായി അടിത്തറയുള്ള പാർട്ടി നമ്മളാണ്. 18 കോടി അംഗങ്ങളുണ്ട്. 6,80,000 ബൂത്ത് അധ്യക്ഷന്മാരുണ്ട്. 1,40,40,000 ശക്തി കേന്ദ്ര സംവിധാനങ്ങളുണ്ട്. 10,40,40,000 ബൂത്തിലേക്ക് കൂടി നമ്മൾ നമ്മുടെ ബൂത്ത് സമിതി രൂപീകരിക്കാനുള്ള പ്രയാസത്തിലാണ്. അത്രയും ശക്തമായ പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. വിദേശ രാജ്യങ്ങൾ നമ്മളെയാണ് അംഗീകരിക്കുന്നത്. വിദേശ നയതന്ത്ര പ്രതിനിധികൾ ഇന്ത്യയിൽ വന്നാൽ അവർ കാണാൻ വരുന്നത് BJPയാണ്. അവർ നമ്മളെയാണ് സന്ദർശിക്കുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരെ നമ്മളെയാണ് വന്ന് കാണുന്നത്. നമുക്ക് 17 സർക്കാരുകളുണ്ട് NDAക്ക്. BJPക്ക് മാത്രം 12 സർക്കാരുകളുണ്ട്. 57% ജനങ്ങൾ BJP ഭരണത്തിലാണ്. 58% ഭൂപ്രദേശം അത് നമ്മുടെ ഭരണത്തിലാണ്. 1500 MLA-മാരുണ്ട്. 10,000-ലധികം വാർഡ് മെമ്പർമാരും ബ്ലോക്ക് അധ്യക്ഷന്മാരും അങ്ങനെ ചെറിയ ജനപ്രതിനിധികളായി നമുക്ക് അത്രയും ആളുകളുണ്ട്. ഏറ്റവും കൂടുതൽ ജനകീയ അടിത്തറയുള്ള പാർട്ടി നമ്മുടേതാണ്. मित्रों, मैं आपको ज़्यादा देर अपने वक्तव्य से तकलीफ नहीं दूंगा, लेकिन मैं एक विषय आपके सामने रखना चाहता हूं। हमारी भारत की राजनीति में 2 फेज साफ दिखते हैं, एक बिफोर 2014 और एक आफ्टर 2014। और जब मैं ये 2014 के पहले की बात कहता हूं तो भारत के बारे में क्या चर्चा है? India is a corrupt state, policy paralysis, रिमोट कंट्रोल से चलने वाला स्टेट, प्राइम मिनिस्टर को अथॉरिटी लगभग समाप्त। और 2014 के बाद जब हम देखते हैं तो हमको दिखता है कि डिसाइसिव गवर्नमेंट, हमको दिखता है डिलीवरी वाली गवर्नमेंट, हमको दिखता है जिसे हमने कहा स्पीड, स्केल एंड स्किल। हमको दिखता है मोदी जी के नेतृत्व में रिफॉर्म, परफॉर्म एंड ट्रांसफॉर्म। हमको ये फर्क दिखता है। और मैं हमेशा कहता हूं, पॉलिटिक्स यू शुड नो द ईवल ऑफ डार्कनेस, यू शुड अंडरस्टैंड एंड देन ओनली यू विल हैव रिस्पेक्ट फॉर लाइट। ये भी हमको समझना चाहिए। जब तक आपको अमावस्या की त्रासदी समझ में नहीं आएगी तब तक आपको पूर्णमासी के प्रति आदर नहीं पैदा होगा। इसलिए वी हैव टू सी द डार्क डेज बिफोर 2014 टू अंडरस्टैंड द गुड डेज आफ्टर 2014 दैट वी हैव टू अंडरस्टैंड। और इसीलिए
मैं कहूंगा, एक समय में भारत के प्रधानमंत्री बोलते थे मैं देश का 1 रुपया भेजता हूं तो 85 पैसे रास्ते में ही खर्च हो जाते हैं, 15 पैसे ही मिलते हैं लोगों को। और आज मोदी जी के नेतृत्व में जैम के आधार पर जनधन, आधार कार्ड और हमारे मोबाइल फोन के कारण आज 1 रुपया भी भेजा जाता है तो वह 1 रुपया सीधे डीबीटी के माध्यम से डायरेक्ट उसके इन्वेस्टमेंट के कारण और वो डिसबर्समेंट के कारण वो बेनिफिट को मिलता है, बेनिफिशियरी को मिलता है। ये बात हमको समझने की है और इसलिए मैं कहना चाहूंगा कि आज देश मोदी जी के नेतृत्व में तीव्र गति से आगे बढ़ रहा है। मैं यहां आपसे ये भी शेयर करना चाहता हूं, आप लोग जानते हैं कि प्रधानमंत्री मोदी जी ने प्रधानमंत्री गरीब कल्याण अन्न योजना चलाया है। 80 करोड़ पीपल आर गेटिंग 5 किलो व्हीट और 5 किलो राइस एंड 1 किलो ऑफ पल्सेस दाल। 80 करोड़ पीपल। उसका फर्क क्या पड़ा है? उसका फर्क ये पड़ा है कि आज भारत में 25 करोड़ लोग जो बीपीएल में थे, बिलो पॉवर्टी